കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. നമ്മൾ കിഷ്കിന്ധാകാന്ഡം 6-ാം സർഗം 34-ാമത്തെ ശ്ലോകം ആണ് ഇന്നലെ ചെയ്ത് നിർത്തിയത്. അതിൽ ഈ സീതാന്വേഷണത്തിന് പോയിട്ടുള്ള അനവധി വാനരന്മാർ ഘോരവനത്തിൽ ദാഹം കൊണ്ടും കണ്ഠവും, അതായത് തൊണ്ടയും ചുണ്ടും ഒക്കെ ദാഹം കൊണ്ട് വരണ്ടിട്ടുള്ള ആ വാനരന്മാർ എവിടെയെങ്കിലും വെള്ളം ഉണ്ടോ നോക്കിയിട്ട് നടക്കണ സമയത്ത് ധാരാളം പുല്ലും വള്ളിക്കുടിലുകൾ കൊണ്ട് മൂടിയിരിക്കുന്ന ഒരു വലിയ ഗുഹ കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിർത്തിയത്. ഈ 35-36 വായിക്കാട്ടോ. ആർദ്രപക്ഷാൻ ക്രൗഞ്ചഹംസാൻ നിസൃതാൻ ദദശുസ്തതഃ അത്രാസ്തേ സലിലം നൂനം പ്രവിശാമോ മഹാഗുഹാം ഇത്യുക്ത്വാ ഹനുമാനഗ്രേ പ്രവിവേശതമന്വയുഃ സർവേ പരസ്പരം ധൃത്വാ ബാഹൂൻ ബാഹുഭിരുത്സുകാഃ. തതഃ നിസൃതാൻ, അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന, ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വരണ ആർദ്രപക്ഷാൻ ക്രൗഞ്ചഹംസാൻ, പുറത്തേക്ക് ഇങ്ങനെ കുറേ പക്ഷികളും അരയന്യങ്ങളൊക്കെ പറന്നിങ്ങനെ വരുന്നുണ്ട്. അവരുടെ ചിറകൊക്കെ നനഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടെന്നാണല്ലോ അർത്ഥം. ആ ഗുഹയുടെ പുറത്തേക്ക് ഇങ്ങനെ കുറേ പക്ഷികളും അരയന്യങ്ങളടക്കമുള്ള പക്ഷികൾ പറന്ന് പുറത്തേക്ക് വരും. അവരുടെ ചിറകൊക്കെ നോക്കുമ്പോൾ ഒക്കെ വെള്ളത്തുള്ളികളുണ്ട്. അത് കണ്ടു. ദദൃശു, അത് കണ്ടു. അത്ര സലിലമാസ്തേ നൂനം. അപ്പം ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടെന്ന് തീർച്ച. മഹാഗുഹാം പ്രവിശാമ, വേഗം നമുക്ക് ഗുഹയുടെ ഉള്ളിലേക്ക് പോവാം. ഇതി ഉക്ത്വ എന്ന് പറഞ്ഞ് ഹനുമാൻ അഗ്രേ പ്രവേശ, ഹനുമാൻ മുമ്പിൽ നടന്നു. ഉത്സുക സർവേ, അപ്പോൾ ജലം ഉണ്ടെന്ന് കണ്ടിട്ട് ബാക്കി എല്ലാവരും പരസ്പരം ബാഹുഭിഹി ബാഹൂൻ ധൃത്വ, കൈകൊണ്ട് കൈകളെ ധരിച്ചിട്ട്, അതായത് കൈ കോർത്ത് പിടിച്ചിട്ട്, തം അന്വയുഹു, അതായത് ഹനുമാനെ പിന്തുടർന്നു എന്ന്. എന്താ പറഞ്ഞാൽ നനഞ്ഞ ചിറകുകളോട് കൂടിയിട്ടുള്ള കുറച്ച് പക്ഷികളും അരയന്യങ്ങളൊക്കെ ആ ഗുഹയിൽ നിന്ന് പുറത്ത് വരുന്ന കണ്ടപ്പോൾ ഗുഹയുടെ ഉള്ളിൽ വെള്ളം ഉണ്ടാവുമെന്ന് ഇവർ നിശ്ചയിച്ചിട്ട് ഹനുമാൻ മുമ്പിൽ നടന്ന് ഗുഹയുടെ ഉള്ളിലേക്ക് കടന്നു. മറ്റുള്ളവരൊക്കെ, അവർക്കും ആഗ്രഹമുണ്ടല്ലോ വെള്ളം വേണമെന്ന്, അന്യോന്യം കൈകൾ കോർത്ത് പിടിച്ച് അവർക്ക് കുറച്ച് പേടിയുണ്ട്, ഹനുമാൻ്റെ പിന്നാലെ നടന്നു. ആർദ്രപക്ഷാൻ ക്രൗഞ്ചഹംസാൻ നിസൃതാൻ ദദൃശുസ്തത അത്രാസ്തേ സലിലം നൂനം പ്രവിശാമോ മഹാഗുഹാം ഇത്യുക്ത്വാ ഹനുമാൻ അഗ്രേ പ്രവിവേശ തമന്വയു സർവേ പരസ്പരം ധൃത്വാ ബാഹൂൻ ബാഹുഭിരുത്സുക, കയ്യും കോർത്ത് പിടിച്ച് ബാക്കിയുള്ളവർ പിന്നാലെ നടന്നു. ഇനി 37, 38, 39 3 അന്ധകാരേ മഹദ്ദൂരം ഗത്വാ പശ്യൻ കപീശ്വരാഃ ജലാശയാൻ മണിനിഭതോയാൻ കൽപദ്രുമോപമാൻ വൃക്ഷാൻ പക്വഫലൈർനമ്രാൻ മധുദ്രോണസമന്വിതാൻ ഗൃഹാൻ സർവഗുണോപേതാൻ മണിവസ്ത്രാദിപൂരിതാൻ പ്രഭയാ ദീപ്യമാനാം തു ദദൃശുസ്ത്രിയമേകലാം ധ്യായന്തിം ചീരവസനം യോഗിനിം യോഗമാസ്ഥിതാം. അന്ധകാരെ മീൻസ് അന്ധകാരത്തിൽ, ഗുഹയുടെ ഉള്ളിൽ ഇരുട്ടാവൂലോ. മഹദ്ദൂരം ഗത്വ, കുറേ ദൂരം ഗുഹയുടെ ഉള്ളിൽ നടന്നിട്ടും കപീശ്വര, വാനരന്മാർ, മണിനിഭതോയാൻ ജലാശയാൻ, മുത്തുപോലെ, അതായത് നല്ല വളരെ പരിശുദ്ധമായ ജലത്തോടു കൂടിയ ജലാശയങ്ങളെയും പക്വഫലൈഹി നമ്രാൻ, ധാരാളം പഴങ്ങളെ കൊണ്ട് തല കുനിച്ചവയും, അതായത് കൊമ്പുകൾ താഴ്ന്നവയും, മധുദ്രോണ സമന്വിതാൻ, അതായത് ധാരാളം തേനുകൾ, മധുദ്രോണ സമന്വിതാൻ,
ധാരാളം തേനുള്ളവയും മണിവസ്ത്രാദിപൂരിതാൻ രത്നങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവയാൽ പൂർണ്ണങ്ങളും ഭക്ഷ്യാന്ന സഹിതാൻ ദിവ്യങ്ങളായ ഭക്ഷണപദാർത്ഥങ്ങളും ചോറും ചോറടക്കം മാനുഷൈഹി പരിവർജിതാൻ മനുഷ്യരോട് കൂടാത്ത ഭവനങ്ങളെ മനുഷ്യർ താമസിക്കാത്ത പല ഗൃഹങ്ങളെയും അപശ്യൻ കണ്ടു. വിസ്മിതാഹ അത്ഭുതപ്പെട്ടു. തത്ര ഭവനെ അതിൽ ഒരു വീട്ടിൽ ദിവ്യേ കനകവിഷ്ടരെ ഒരു ദിവ്യമായിട്ടുള്ള ഒരു ആസനത്തിൽ ഒരു സീറ്റിൽ പ്രഭയാ ദീപ്യമാന നല്ല പ്രകാശമാനമായിട്ടുള്ള ധ്യാനിക്കുന്നവളും നല്ല പ്രകാശം പരത്തുന്നൊരു സ്ത്രീ ധ്യാനിക്കുന്നവളും ചീരവസന വൽക്കലം അതായത് മരവുരി ധരിച്ചവളും യോഗമാസ്ഥിതാം അതായത് യോഗത്തിലിരിക്കുകയാണ്. അതായത് എന്താ പറയുക, സമാധി പോലെ ഇരിക്കുന്നവളും യോഗിനിയും ഏകലാം സ്ത്രീയും യോഗിനിയായിട്ട് ഒറ്റയ്ക്കിരിക്കുന്നൊരു സ്ത്രീയെയും ദർശിച്ചു. ആ ഇരുട്ടുള്ള ആ ഗുഹയെ കൂടെ വളരെ ദൂരം ചെന്നപ്പോൾ നല്ല പരിശുദ്ധമായ തെളിഞ്ഞ ജലം നിറഞ്ഞു നിൽക്കണ കുറേ ജലാശയങ്ങളെയും പഴങ്ങളും കായകളും ധാരാളം ഉള്ളത് കൊണ്ട് തല ഇങ്ങനെ കുനിച്ച് നിൽക്കുന്ന വൃക്ഷങ്ങളും ധാരാളം തേനുള്ള കൽപ്പവൃക്ഷങ്ങൾക്ക് തുല്യമായ വൃക്ഷങ്ങളെയും സകല ഭക്ഷണങ്ങളും ചോറടക്കം സകല ഭക്ഷണങ്ങളും തികഞ്ഞും അവിടെ ഉണ്ട്. രത്നങ്ങൾ, വസ്ത്രങ്ങൾ മുതലായ പദാർത്ഥങ്ങൾ അവിടെയൊക്കെ ഉണ്ട്. പിന്നെയോ ദിവ്യങ്ങളായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് അവിടെ. അത് പറഞ്ഞല്ലോ പ്രത്യേകം ദിവ്യങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങളും അന്നവും. എന്നാൽ മനുഷ്യരാരും ഇല്ലാത്ത കുറേ ഗൃഹങ്ങൾ കണ്ടു. അതിലൊരു ഗൃഹത്തിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു സ്റ്റൂൾ അല്ലെങ്കിൽ ഒരു ആസനത്തിൽ അങ്ങേയറ്റം ശരീരകാന്തി കൊണ്ട് ശോഭിക്കുന്നവളും ഒരു മരവുരി ഉടുത്തവളും ധ്യാനത്തിലിരിക്കുന്നവളും സമാധിയിൽ തന്നെയാണ് എന്ന് തോന്നുന്ന പോലെ ഇരിക്കുന്നവളും ചിത്തവൃത്തിയൊക്കെ അടക്കിയിട്ടേ ചിത്തവൃത്തി നിരോധം കഴിഞ്ഞ് ഇരിക്കുന്നവളും ഏകയായിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന ഒരു യോഗിനിയെയും കണ്ട് ഈ വാനരന്മാർ അങ്ങേയറ്റം അത്ഭുതപ്പെട്ടു. ഈ ഗുഹയുടെ ഉള്ളിൽ അതാണ് ഈ 3 ശ്ലോകത്തിൽ. അതിൻ്റെ ഉള്ളിൽ സ്വർണ്ണസിംഹാസനത്തിലാണ് ഇരിക്കണത്. നല്ല ശോഭയുണ്ട്. സമാധിയിലിരിക്കുകയാണ് ഒരു യോഗിനിയാണ് കണ്ടത്. അത്ഭുതാവില്ലേ? കുറേ ദൂരം നടന്നിട്ട് അകത്ത്. മാത്രമല്ല ചുറ്റപ്പെട്ടിരിക്കുന്നതൊക്കെ അതികേമായിട്ടുള്ള വൃക്ഷങ്ങൾ, ധാരാളം ഫലങ്ങൾ തൂങ്ങി നിൽക്കണ. മാത്രമല്ല അവിടെ അനവധി വീടുകളുണ്ട്. ഒന്നിലും ആൾക്കാരില്ല. എല്ലാം രത്നങ്ങളും സ്വർണങ്ങളും പതിച്ച ഭവനങ്ങൾ. അന്ധകാരേ മഹദ്ദൂരം ഗത്വാ പശ്യൻ കവീശ്വരാ ജലാശയാൻ മണിനിഭതോയാൻ കൽപ്പദ്രുമോപമാൻ കൽപ്പവൃക്ഷങ്ങളെപ്പോലുള്ള വൃക്ഷങ്ങൾ വൃക്ഷാൻ പക്വഫലൈർ നമ്രാൻ തല കുനിച്ചിരിക്കുന്ന വൃക്ഷങ്ങൾ അത്ര കായകളെ കൊണ്ടേ മധുദ്രോണ സമന്വിതാൻ ധാരാളം തേനുള്ള പൂക്കൾ ഗൃഹാൻ സർവഗുണോപേതാൻ മണിവസ്ത്രാദിപൂരിതാൻ പ്രഭയാ ദീപ്യമാനാം തൂതദസു സ്ത്രീയമേഖലാം. ഒറ്റയ്ക്കുള്ളൂ, അവരാരുമില്ല. ധ്യായന്തിം ചീരവസനാം യോഗിനിം യോഗമാസ്ഥിതാം. ഇനി 40-41 പ്രണേമുസ്താം മഹാഭാഗാം ഭക്ത്യാ ഭീത്യാ ച വാനരാ ദൃഷ്ട്വാ താൻ വാനരാൻ ദേവി പ്രാഹയൂയം കിമാഗതാഃ കുതോ വാ കസ്യ ദൂതാ വാ മത്സ്ഥാനം കിം പ്രദർശത തച്ഛ്രുത്വാ ഹനുമാനാഃ ശൃണു വക്ഷ്യാമി ദേവി തേ. വാനരന്മാർ ഭക്തിയാ ഭീത്യാ ച ഭക്തിയോടും ഭയത്തോടും കൂടി മഹാഭാഗാം താം പ്രണയമു ആ വളരെ പൂജിക്കാൻ അർഹതയുള്ള അവളെ നമസ്കരിച്ചു. താൻ വാനരാൻ ദൃഷ്ടുവാൻ ആ വാനന്മാരെ കണ്ടിട്ട് ദേവി പറഞ്ഞു, യൂയം കിം ആഗതാഹ നിങ്ങളെന്തിനാ ഇവിടെ വന്നത്? കുതവാഹ എവിടെന്നാ വന്ന്? കസ്യവാ ദൂതാഹ ആരുടെ ദൂതന്മാരാണ്? മത്സ്ഥാനം കിം പ്രദർശത ഞാനിവിടെ ഇരിക്കണത് നിങ്ങളൊക്കെ എന്തിനാ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറി വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യണത്? എന്തിനാ എന്നെ
ആക്രമിക്കണമെന്നോ അല്ലെങ്കിൽ പ്രതക്ഷത പറഞ്ഞാൽ എന്തിനാണ് ഇവിടെ വന്നേക്കണേ എന്നെ പിന്നെ സ്വൈരം കെടുത്തണത്. തശ്രുത്വ അത് കേട്ടിട്ട് ഹനുമാൻ പറഞ്ഞു, ദേവി തേ വക്ഷ്യാമി, ദേവിയോടെ പറഞ്ഞു, ഹേ ദേവി ദേവിയോട് ഞാൻ പറയാം, ശൃണു കേട്ടാലും, അതായത് ശൃണു വക്ഷ്യാമി. അപ്പോൾ എന്താ വെച്ചാൽ ഈ വളരെ ബഹുമാനം തോന്നി ഇവർക്ക്. ബഹുമാനത്തോടു കൂടിയിട്ട് ഭക്തിയോടും ബഹുമാനത്തോടും ഭയത്തോടും കൂടി വാനരന്മാർ ഈ ദേവിയെ നമസ്കരിച്ചു, അതായത് യോഗിനിയായിട്ടുള്ള ദേവിയെ. അപ്പോൾ വാനന്മാരെ കണ്ടപ്പോൾ ദേവി ചോദിച്ചു, അതായത് ഇതിന്ന് ഉണർന്നു, സമാധിയിൽ നിന്ന് ഉണർന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ആരുടെ ദൂതന്മാരാണ് നിങ്ങൾ? എന്തിനാ ഞാനിരിക്കണ ഈ സ്ഥാനത്ത് എന്നെ ആക്രമിക്കണത് എന്തിനാ? അപ്പോൾ ആ ചോദ്യം കേട്ടപ്പോൾ ഹനുമാൻ പറഞ്ഞു, ഹേ ദേവി, ഞാൻ പറയാം, ആരാണെന്നൊക്കെ പറയാം, കേട്ടോളൂ എന്ന് പറഞ്ഞു. പ്രണേമുസ്തം മഹാഭാഗം ഭക്ത്യാഭീത്യാജ വാനരാ ദൃഷ്ട്വാ താൻ വാനരാൻ ദേവി പ്രാഹയൂയം കിമാഗതാഃ കുതോ വാ കസ്യ ദൂതാ വാ മസ്ഥാനം കിം പ്രദർശത. തച്ഛ്രുത്വാ ഹനുമാൻ ശൃണു വക്ഷ്യാമി ദേവി, കേട്ടാലും ദേവി. അപ്പോൾ പിന്നെ 42, 43, 44, 45, 46 5 ശ്ലോകം ഒന്നിച്ചാണ്. പറയണം ആരാന്നേ. അയോധ്യാധിപതി ശ്രീമാൻ രാജാ ദശരഥ പ്രഭു തസ്യ പുത്രോ മഹാഭാഗോ ജ്യേഷ്ഠോ രാമ ഇതി ശ്രുതഃ. പിതുരാജ്ഞാം പുരസ്കൃത്യ സഭാര്യ സാനുജോ വനം ഗതസ്തത്ര ഹൃദാ ഭാര്യ തസ്യ സാധ്വി ദുരാത്മനാ രാവണേന തതോ രാമ സുഗ്രീവം സാനുജോ യയൗ സുഗ്രീവോ മിത്രഭാവേന രാമസ്യ പ്രിയവല്ലഭം മൃഗയധ്വമിതി പ്രാഹ തതോ വയമുപാഗതാ തതോ വനം വിജിന്വന്തോ ജാനകിം ജലകാംക്ഷിണഃ പ്രവിഷ്ടാ ഗഹ്വരം ഘോരം ദൈവാദത്ര സമാഗതാഃ ത്വം വാ കിമർത്ഥമത്രാസി കാവാത്വം വദന ശുഭേ. അപ്പോൾ പറഞ്ഞു, കഥയൊക്കെ പറയണ അയോധ്യയുടെ അധിപനും ശ്രീമാൻ അങ്ങേയറ്റം ഐശ്വര്യപ്രദനും പ്രഭു എല്ലാവരുടെയും പ്രഭുവുമായ ദശരഥ രാജാവുണ്ട്. ദശരഥൻ പറഞ്ഞ രാജാവുണ്ട് അയോധ്യയിൽ. തസ്യ ജ്യേഷ്ഠപുത്ര അവൻ്റെ ഏറ്റവും മൂത്ത പുത്രനും മഹാഭാഗ അങ്ങേയറ്റം ഭഗവാൻ തന്നെയുമായ രാമ ഇതി ശ്രുത, രാമനെന്ന് പ്രസിദ്ധിയാർജിച്ച ഒരു മൂത്ത മകൻ. പിതു ആജ്ഞാം പുരസ്കൃത്യ പിതാവിൻ്റെ ആജ്ഞയെ അനുസരിച്ചിട്ട് വനം ഗതഃ വനത്തിലേക്ക് പോയി. തത്ര തസ്യ അസാധ്വി ഭാര്യ അവിടെ അവൻ്റെ പതിവ്രതയായിട്ടുള്ള ഭാര്യ ദുരാത്മന രാവണേന ഹൃത ദുർബുദ്ധിയായിട്ടുള്ള രാവണനാൽ അപഹരിക്കപ്പെട്ടു. തതഃ സാനുജഃ രാമ അതിനുശേഷം അനുജനോടുകൂടി ഈ ശ്രീരാമൻ അനുജനായ ലക്ഷ്മണനോടുകൂടി ശ്രീരാമൻ സുഗ്രീവം യയൗ സുഗ്രീവൻ്റെ അടുത്തെത്തി. സുഗ്രീവ മിത്രഭാവേന സുഗ്രീവൻ മിത്രത്തിൻ്റെ ഒരു ഭാവത്തോടുകൂടി രാമസ്യ പ്രിയവല്ലഭാം രാമൻ്റെ പ്രിയപ്പെട്ട ആ പത്നിയെ മൃഗയധ്വം ഇതി പ്രാഹ തിരയാൻ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഖ്യം ചെയ്തപ്പോൾ തിരയാൻ പറഞ്ഞു. ആരോട്? സുഗ്രീവനോടും സുഗ്രീവൻ്റെ ആൾക്കാരോടും തിരയാൻ പറഞ്ഞപ്പോൾ തതഹ വയം ഉപാഗത അതിനായിട്ട് ഞങ്ങൾ നടക്കുകയാണ്. തതഹ വനം ജാനകിം വിജിന്വന്ത ഈ വനത്തിൽ ജാനകി തിരിയുന്നവരായ ഞങ്ങൾക്ക് ജലകാംക്ഷിണ അപ്പോഴേക്കും ഞങ്ങൾക്ക് ദാഹിച്ചു വലഞ്ഞപ്പോൾ ജലത്തെ ആഗ്രഹിക്കുന്നവരായ ഞങ്ങൾ ഘോരം ഗഹ്വരം പ്രവിഷ്ട ഈ ഭയങ്കരമായിട്ട് ഗുഹ കണ്ടപ്പോൾ അതിലേക്ക് പ്രവേശിച്ചതാണ് വെള്ളം അന്വേഷിച്ചിട്ട്. ദൈവാത് അത്ര സമാഗത ഭാഗ്യം കൊണ്ടാണ് ഇവിടെ അങ്ങയുടെ മുമ്പിൽ വന്ന് എത്തിച്ചേർന്നത്. ത്വം വാ കിമർത്ഥം അത്ര അസി അങ്ങന്നാവട്ടെ എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണത്? ത്വം കാവ ആരാകുന്നു? അങ്ങ് ആരാകുന്നു? ശുഭേ ന വദ ഞങ്ങളോടത് നഹ വദ ഞങ്ങളോട് അക്കാര്യം പറഞ്ഞാലും എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞ എന്ത് ഇവരാരാണെന്ന് പറയാനാണല്ലോ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു അയോധ്യ രാജ്യത്തിൻ്റെ അധിപതിയായിട്ടുള്ള ദശരഥൻ്റെ മകൻ രാമൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രനാണ് രാമൻ. അപ്പോൾ ദശരഥൻ്റെ കൽപ്പന അനുസരിച്ച് ശ്രീരാമൻ ഭാര്യയായിട്ടുള്ള സീതയോടും അനുജനോടും കൂടി കാട്ടിലേക്ക് വന്നു. അവിടെ താമസിക്കണ കാലത്ത് രാമപത്നി ദുഷ്ടനായിട്ട് രാവണൻ അപഹരിച്ചു. അതിനുശേഷം രാമൻ സഹോദരനോട് കൂടി സുഗ്രീവൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. അപ്പോൾ സുഗ്രീവൻ മിത്രഭാവം കൊണ്ട് രാമൻ്റെ ഭാര്യയെ തരിയുവാൻ
തെരഞ്ഞ് കണ്ടുപിടിച്ച് തരാമെന്ന് ഏറ്റു. അപ്പം ഞങ്ങളോട് കൽപ്പിച്ചു സീതയെ തെരഞ്ഞു പോവാൻ. അങ്ങനെ ഞങ്ങൾ ഈ ജനകപുത്രിയെ തിരയുമ്പോൾ ഞങ്ങൾക്ക് ദാഹം നിമിത്തം ഭയങ്കരമായിട്ടുള്ള ഈ ഗുഹ കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ഭാഗ്യം കൊണ്ട് അങ്ങയുടെ മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഹേ, അങ്ങ് ആരാണ്? ഹേ ശോഭനെ, അങ്ങ് ആരാണ്? എന്തിനായിട്ടാണ് ഇവിടെ വന്നിരിക്കണത് എന്ന് ഞങ്ങളോടൊന്ന് പറയണേ എന്ന് പറഞ്ഞു. അതായത് സാധാരണ കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുശലം പോലെ. ഇനി 42 തൊട്ട് 46 വരെ ഞാൻ വായിച്ചിട്ട് പിന്നെ അയോധ്യാധിപതി ശ്രീമാൻ രാജാ ദശരഥ പ്രഭു തസ്യ പുത്രോ മഹാഭാഗോ ജ്യേഷ്ഠോ രാമ ഇതി ശ്രുത പിതുരാജ്ഞാം പുരസ്കൃത്യ സഭാര്യ സാനുജോ വനം ഗതസ്തത്ര ഹൃത ഭാര്യ തസ്യ സാധ്വി ദുരാത്മന എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ രാവണേന തതോ രാമ സുഗ്രീവം സാനുജോ യയൗ സുഗ്രീവോ മിത്രഭാവേന രാമസ്യ പ്രിയവല്ലഭാം മൃഗയധ്വമിതി പ്രാഹ. ഞങ്ങളോട് മൃഗയാന്ന് പറഞ്ഞു അന്വേഷിക്കാൻ പറഞ്ഞു. തതോ വയമുപാഗതാഹ തതോ വനം വിജിന്വന്തോ ജാനകിം ജലകാംക്ഷിണഃ പ്രവിഷ്ടാഗഹ്വരം ഘോരം ദൈവാദത്ര സമാഗതാഹ ത്വം വാ കിമർത്ഥമത്രാസി കാവാ ത്വം വദ ന ശുഭേ. യോഗിനീ ച തഥാ ദൃഷ്ട്വാ വാനരാൻ പ്രാഹ ഹൃഷ്ടധീഃ യഥേഷ്ടം ഫലമൂലാനി ജഗ്ധ്വാ പീതാമൃതം പയഃ ആഗച്ഛത തതോ വക്ഷ്യേ മമ വൃത്താന്തമാദിതഃ തഥേതി ഭുക്ത്വാ പീത്വാ ച ഹൃഷ്ടാസ്തേ സർവവാനരാः ദേവ്യാ സമീപം ഗത്വാ തേ ബദ്ധാഞ്ജലിപുടാഃ സ്ഥിതാഃ തതഃ പ്രാഹ ഹനുമന്തം യോഗിനീ ദിവ്യദർശന. യോഗിനീ ച തഥാ വാനരാൻ ദൃഷ്ട്വാ. ഈ യോഗിനിയും ഈ വാനരന്മാരെ കണ്ടിട്ട് ഹൃഷ്ടധി സന്തോഷിച്ച മനസ്സോടുകൂടിയവളായിട്ട് പ്രാഹ പറഞ്ഞു. ഫലമൂലങ്ങളെ യഥേഷ്ടം ജഗ്ധ്വ ഇഷ്ടം പോലെ ഭക്ഷിച്ചോളൂ. അമൃതം പയാപീത്വ ഈ അമൃതസമമായ ഈ ജലത്തെയും ധാരാളം കുടിച്ചോളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് ധാരാളം ഫലമൂലാദികൾ ഭക്ഷിച്ച വാനരന്മാർക്ക് വലിയ ഇഷ്ടമാണല്ലോ. അതൊക്കെ കഴിച്ച് ധാരാളം വെള്ളം കുടിച്ച് ആഗച്ഛത വരൂ. അതൊക്കെ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് വരൂ എൻ്റെ അടുത്തേക്ക്. തതഹ മമ വൃത്താന്തം ആദിതാവാക്ഷി. അതിനുശേഷം ഞാൻ ആരാണെന്നും എൻ്റെ കഥയൊക്കെ ഞാൻ പറയാം. തഥാ ഇതി ഭുക്ത്വ പീത്വ ച അങ്ങനെയെന്ന് പറഞ്ഞ് ധാരാളം തിന്നുകയും കുടിക്കുകയും ചെയ്തിട്ട് ഹൃഷ്ടാഹാത്തെ സർവവാനര സന്തോഷം കൊണ്ട് നല്ല സന്തോഷമായി. അവർക്ക് വിശപ്പും ദാഹമൊക്കെ മാറിയിട്ട് സന്തോഷത്തോടു കൂടി ആ വാനരന്മാർ ദേവ്യാഹ സമീപം ഗത്വ ദേവിയുടെ സമീപത്തെത്തിയിട്ട് ബദ്ധ അഞ്ജലിപുടാഹ സ്ഥിത കൈകൂപ്പി നിന്ന് ദിവ്യദർശന യോഗിനി ദിവ്യദർശനത്തോടുകൂടെ യോഗിനി തഥ ഹനുമന്തം പ്രാഹ ഹനുമാനോട് ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ സീതാന്വേഷണത്തിനാണ് വന്നിരിക്കുന്ന ഈ വാനന്മാരെ കണ്ടപ്പോൾ ഈ യോഗിനിക്ക് നല്ല സന്തോഷമാവുകയാണ് ചെയ്തത്. അപ്പോൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇഷ്ടം പോലെ ഫലമൂലാദികൾ ഭക്ഷിക്കുകയും ഈ അമൃതസമാനമായ വെള്ളം കുടിക്കുകയും ചെയ്ത് വിശപ്പും ദാഹമൊക്കെ തീർക്കൂ, എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരൂ, അപ്പം ഞാൻ എൻ്റെ കാര്യമൊക്കെ പറയാം എന്ന് പറഞ്ഞപ്പോൾ ശരി പറഞ്ഞ് എല്ലാ വാനന്മാരും അവർക്ക് വേണ്ടത്ര വിശപ്പ് മാറണവരെ ഭക്ഷിക്കുകയും ദാഹം മാറണവരെ വെള്ളം കുടിക്കുകയും ചെയ്ത് സന്തോഷമായിട്ട് ദേവിയുടെ സമീപത്തേക്ക് തന്നെ വന്ന് കൈകൂപ്പി തൊഴുതു നിന്നു. അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ഈ ദേവി ഹനുമാനോട് ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ 47, 48, 49 വായിച്ച് ഞാൻ 50ലേക്ക് പോവാം. യോഗിനി ച തഥാ ദൃഷ്ട്വാ വാനരാൻ പ്രാഹ ഹൃഷ്ടധി യഥേഷ്ടം ഫലമൂലാനി ജഗ്ധ്വാ പീതാമൃതം പയഃ ആഗച്ഛത തതോ വക്ഷ്യേ മമ വൃത്താന്തമാദിതഃ തഥേതി ഭുക്ത്വാ പീത്വാ ച ഹൃഷ്ടാസ്തേ സർവവാനരാः ദേവ്യാः സമീപം ഗത്വാ തേ ബദ്ധാഞ്ജലിപുടാः സ്ഥിതാः തതഃ പ്രാഹ ഹനുമന്തം യോഗിനി ദിവ്യദർശന. എന്താ പറഞ്ഞ യോഗിനി? ഹേമാനാമ പുരാ ദിവ്യരൂപിണി വിശ്വകർമ്മണ പുത്രി മഹേശം നൃത്യേന തോഷയാമാസ ഭാമിനി. പുരാ വിശ്വകർമ്മണ പുത്രി, പണ്ട് വിശ്വകർമാവിൻ്റെ പുത്രി. വിശ്വകർമാവാരാ? ദേവന്മാരുടെ ശില്പി. വിശ്വകർമാവിൻ്റെ പുത്രിയായി ഹേമാനാമ ദിവ്യരൂപിണി ഭാമിനി, ഹേമ എന്നു പേരായി ദിവ്യസുന്ദരിയായ ഒരു ഉത്തമ സ്ത്രീ
നൃത്യേന മഹേശം തോഷയാമാസ. നർത്തനം കൊണ്ട് ശിവനെ സന്തോഷിപ്പിച്ചു. എന്താ പറഞ്ഞ കഥ പറയാണ്. പണ്ട് വിശ്വകർമാവിന് ഒരു പുത്രി ഉണ്ടായിരുന്നു. അവളുടെ പേര് ഹേമ. നല്ല ഭംഗിയുള്ള ദിവ്യ അങ്കനയാണ്. ആ അങ്കന എല്ലാം കൊണ്ടും ഒരു ഉത്തമ സ്ത്രീരത്നായിരുന്നു. അവൾ നൃത്തം ചെയ്തുകൊണ്ട് പരമേശ്വരനെ സന്തോഷിപ്പിച്ചു പോന്നു എന്ന് പറഞ്ഞു. ഹേമാനാമപുര ദിവ്യരൂപിണി വിശ്വകർമ്മണ പുത്രി മഹേശം നൃത്യേന തോഷയാമാസ ഭാമിനി. തോഷയാമാസമനെ സന്തോഷിപ്പിച്ചു. ആരെ? മഹേശനെ, മീൻസ് ശിവനെ. 51. തുഷ്ടോ മഹേശ പ്രദദാവിധം ദിവ്യം പുരം മഹദ് അത്ര സ്ഥിതാ സാ സുദതി വർഷാണാമയുധായുധം. തുഷ്ട മഹേശ സന്തോഷിച്ചിട്ട്, ശിവൻ സന്തോഷിച്ചിട്ട് മഹത് ദിവ്യം ഇതം പുരം, മഹത്തും ദിവ്യവുമായ ഈ ഗുഹയെ പ്രദദൗ ദാനം ചെയ്തു. സാ സുദതി ആ സുന്ദരി വർഷാണാം അയുധായുധം അത്ര സ്ഥിത 5000 വർഷക്കാലം ഇതിലിരുന്നു. എന്നിട്ട് എന്താ പറഞ്ഞാൽ വെച്ചാൽ ആ സന്തുഷ്ടനായിട്ട് ശിവഭഗവാൻ ദിവ്യവും മഹത്വമായ ഈ രാജധാനി അവൾക്ക് നൽകി. ആ സുന്ദരി ഇതിൽ അനേക കാലം 10000 വർഷം, അയുധായുധം എന്ന് പറഞ്ഞല്ലോ, 10000 വർഷക്കാലം ഇവിടെ ഇരുന്നു ആ ഹേമ. തുഷ്ടോ മഹേശ പ്രദദാവിധം ദിവ്യം പുരം മഹദ് അത്ര സ്ഥിതാസ സുദതി വർഷാണാമയുധായുധം. പിന്നെയോ തസ്യ അഹം സഖി വിഷ്ണു തൽപര മോക്ഷകാംക്ഷിണി നാംന സ്വയം പ്രഭ ദിവ്യഗന്ധർവതനയാ പുര. ഞാനാരാ? അഹം തസ്യാഹ സഖി. ഞാൻ ആ ഹേമ എന്ന ദിവ്യ സ്ത്രീയുടെ, വിശ്വകർമാവിൻ്റെ മകളുടെ സഖിയാണ്, ഫ്രണ്ടാണ്. വിഷ്ണു തൽപര, വിഷ്ണുവിൽ അങ്ങേയറ്റം ഭക്തിയുള്ള സ്ത്രീയാണ് ഞാൻ. മോക്ഷകാംക്ഷിണി, മോക്ഷം മാത്രം കാക്ഷിക്കുന്നവളാണ്. നാംന സ്വയംപ്രഭ, എൻ്റെ പേര് സ്വയംപ്രഭ എന്നാണ്. ഞാൻ ദിവ്യഗന്ധർവതനയ, ദിവ്യനെന്ന പേരായ ഗന്ധർവൻ്റെ പുത്രിയാണ്. ഞാനാരാന്ന് പറഞ്ഞു. ആദ്യം എൻ്റെ സഖിയാണ് പറഞ്ഞത്, ഹേമ, വിശ്വകർമാവിൻ്റെ പുത്രി. എന്നിട്ട് പറഞ്ഞു ആ വിശ്വകർമാവിൻ്റെ പുത്രിയായിട്ടുള്ള ഹേമയുടെ സഖിയായിട്ടുള്ള ഞാൻ വിഷ്ണു ഭക്തിയും മോക്ഷത്തെ ആഗ്രഹിക്കുന്നവളുമാണ്. എൻ്റെ പേര് സ്വയംപ്രഭ എന്നാണ്. ദിവ്യൻ എന്ന പേരായിട്ടുള്ള ഗന്ധർവൻ്റെ പുത്രിയാണ് ഞാൻ. എൻ്റെ പേര് സ്വയംപ്രഭ എന്നാണ്. ഹേമയുടെ ഫ്രണ്ടാണ്. എൻ്റെ അച്ഛൻ്റെ പേര് എന്താണ്? ദിവ്യൻ എന്നാണ് പേര്. എത്രയോ കാലം മുമ്പേ ജനിച്ചവളാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മിണിയൊന്ന് വിളിക്കോ? സോറി കേട്ടോ, ഒരു പോസ് വന്നു. അപ്പം ഞാൻ ഇത് വായിച്ചിവിടെ നിർത്താം. ഈ ഒരു ശ്ലോകം ഒന്നുകൂടി വായിച്ചിട്ട്. തസ്യ അഹം സഖി വിഷ്ണു തൽപര മോക്ഷകാംക്ഷിണി നാംന സ്വയം പ്രഭ ദിവ്യഗന്ധർവതനയാ പുരാ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.